പറയുന്നത് സൗന്ദര്യം കുറഞ്ഞു പോയി എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞത് ഓർക്കണം. ബാഹ്യമായ സൗന്ദര്യം, ആന്തരികമായ സൗന്ദര്യം. ആന്തരിക സൗന്ദര്യമാണ് ദൈവ സാദൃശ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. അത് മനുഷ്യന്റെ മനസ്സിന്റെ സൗന്ദര്യമാണ്. ഇതിനെക്കുറിച്ച് വലിയ ചിന്ത നമുക്ക് ഇന്നില്ല. ബാഹ്യമായ സൗന്ദര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം. എന്നാൽ ഈ ബാഹ്യമായ സൗന്ദര്യത്തിന് പരിമിതികൾ, ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് അതിന്റെ പരിമിതികൾ? ഒരിക്കലും ഒരു മനുഷ്യനും തൻ്റെ സൗന്ദര്യത്തിൽ തൃപ്തരല്ല എന്നുള്ളത് തന്നെയാണ്. ഒരു മനുഷ്യനും, പ്രായഭേദമന്യേ ഒരു മനുഷ്യനും അവന്റെ ബാഹ്യമായ സൗന്ദര്യത്തിൽ തൃപ്തിയില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പരിമിതി. അതുകൊണ്ട് തന്നെയാണ് ഈ മിനുക്കുപണി എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര മിനുക്കിയാലും, ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഇറങ്ങിയാലും, തൊട്ടു മുമ്പിൽ കാണുന്ന ചിത്രങ്ങൾ, തൊട്ടു മുമ്പിൽ കാണുന്ന വ്യക്തികൾ